ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം എന്ന് പറഞ്ഞ ഈ ഭാഗം ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 2023-24 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, നിങ്ങൾക്ക് അറിയാമല്ലേ, കൂൾ ഓഫ് ടൈം ഉണ്ട്. പിന്നെ എന്താണ്, 3 വിഭാഗത്തിനും വെവ്വേറായിട്ട് ആൻസർ ഷീറ്റ് നമ്മൾ സാറിന് കൊടുക്കണം അല്ലേ. നിങ്ങൾക്ക് 3 ഇതും എന്താണ് വെവ്വേറെ സാറുമാരല്ലേ എടുക്കുന്നത്. അപ്പോൾ 3ഉം എന്താക്കുക, നിങ്ങൾ 3 എന്താണ് ഇതായിട്ട് എഴുതുക കേട്ടോ. ഓരോ 3 എണ്ണത്തിൽ എന്താണ് നിങ്ങളെ പേരും ക്ലാസ്സും സബ്ജക്റ്റും ഡിവിഷനും റോൾ നമ്പറും ഒക്കെ എഴുതണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് കേട്ടോ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 എണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രീയമായ ഉയരം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്റ്റേഡിയോമീറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ്, ശരീരാനുപാതം നിർണ്ണയിക്കുന്നതിന് വ്യാപകമായി ഉപയോഗിക്കുന്ന സമവാക്യമാണ് എന്ത്? ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, നെക്സ്റ്റ്, 2023 ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങൾ നടന്ന രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. ഓക്കെ, താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഉപകരണം ഉപയോഗിക്കുന്ന കായിക ഇനം ഏതാണ്? ഹോക്കി. ഓക്കെ, റോഡിലൂടെ സൈക്കിൾ സവാരി ചെയ്യേണ്ടത് ഇടതുവശത്തു കൂടിയാണ് എന്താണ് റോഡിൽ സവാരി ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, പേശീക്ഷമത എന്നാൽ എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇവിടെ നോക്കൂ, ക്ഷീണിക്കാതെ തുടർച്ചയായി പ്രകടനം നടത്താനുള്ള പേശിയുടെ കഴിവിനെയാണ് എന്ത്? പേശീക്ഷമത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, യോജിച്ചവ തിരഞ്ഞെടുത്ത് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താക്കുക, മാച്ച് ദ ഫോളോയിങ് ചെയ്യുക അല്ലെ. എന്താ? സിറ്റ് ആൻഡ് റീച്ച് എന്താണ്? അയവാണ്. സിറ്റ് അപ്പ് എന്താണ്? പേശീക്ഷമതയാണ്. 1600 മീറ്റർ ഓട്ടം എന്താണ്? ഹൃദയക്ഷമതയാണ്. മോഡിഫൈഡ് പുള്ളപ്പ് എന്താണ്? തോളിന്റെ ശക്തിയും ക്ഷമതയാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ, തലചുറ്റൽ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാണ്? ദീർഘസമയം നിൽക്കേണ്ട സാഹചര്യത്തിൽ കൈകാൽ വിരലുകൾ അനക്കിക്കൊണ്ടിരിക്കുക, അമിതമായി ചൂടുള്ള സമയങ്ങളിൽ നന്നായി വെള്ളം കുടിക്കുക, അഴിവുള്ള വസ്ത്രം ധരിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, പ്രഭാത കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഏതെങ്കിലും ശരി 2 എഴുതിയാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താ? സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കളികളിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കളികളിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? പരിക്കുകൾ കുറയ്ക്കാം, പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്നു, കളി കൂടുതൽ ആസ്വാദ്യവും ആകർഷണവുമാവുന്നു, ഭയരഹിതമായ കളിക്കുവാൻ സാധിക്കുന്നു അല്ലേ. ഓക്കെ, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. നെക്സ്റ്റ് ഒരു 3 എഴുതിക്കോ, അഥവാ 1 തെറ്റിയ 2 മറ്റേ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ. മൂക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവത്തിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മൂക്കിൽ നിന്ന് രക്തം ഒഴുകി പോകുന്ന വിധം തല മുന്നിലേക്ക് കുനിച്ച് പിടിച്ചിരിക്കുക, വായിലൂടെ ശ്വസിക്കാൻ ആവശ്യപ്പെടുക, മൂക്കിന്റെ മൃദുവായ ഭാഗം അമർത്തി പിടിക്കുക, സംസാരിക്കുകയോ ചുമക്കുകയോ തുമ്മുകയോ തുപ്പുകയോ ചെയ്യാതിരിക്കുക, വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് എന്താണ്? രക്തം ഒപ്പിയെടുക്കുക കേട്ടോ. ദെൻ ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചോദ്യങ്ങൾ ഈ 11-12 ചോദ്യങ്ങൾ ഒരെണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി. വിവിധ കായികക്ഷമത ഘടകങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? പേശീക്ഷമത, പേശീശക്തി, അയവ്, ചുറുചുറുക്ക്, വേഗം, ഹൃദയശ്വസന ക്ഷമത, ശരീര അനുപാതം, ഏകോപനം, കരുത്ത്, പ്രതികരണ സമയം. ഏതെങ്കിലും 6 എഴുതിയിട്ട് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. എന്താണ്? സ്ഥിരമായി സൈക്കിൾ സവാരി നടത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ്? കായികക്ഷമത വർദ്ധിപ്പിക്കുന്നു, കാലുകളുടെ പേശീശക്തി, പേശീക്ഷമത എന്നിവ വർദ്ധിക്കുന്നു, സുരക്ഷിത യാത്ര സാധ്യമാകുന്നു, യാത്ര ആസ്വാദികരമാകുന്നു, ചെലവ് കുറഞ്ഞ യാത്രോപാധി. ഏതെങ്കിലും 3 എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കലാവിദ്യാഭ്യാസമാണ് കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞ ശേഷം സാറിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത പേപ്പർ സാറോട് വാങ്ങുക. എന്നിട്ട് എന്താ കയ്യിൽ നിങ്ങളെ പേര്, ക്ലാസ്, റോൾ നമ്പർ, പിന്നെ ഈ കലാവിദ്യാഭ്യാസം എന്നൊക്കെ എഴുതുക കേട്ടോ, സബ്ജക്റ്റ്. ദെൻ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ പ്രശസ്തമായ ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. നാടൻ പാട്ടുകളിൽ പ്രത്യേക അർത്ഥമൊന്നും സൂചിപ്പിക്കാതെ അക്ഷരങ്ങൾ താളാത്മകമായും ഈണത്തോടെയും ആലപിക്കുന്നത് എന്താണ്? വായ്ത്താരിയാണ് അല്ലെ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകിയായ രുക്മിണി ദേവി അരുണ്ടേൽ താഴെ കൊടുത്തിരിക്കുന്ന ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഭരതനാട്യമായിട്ട് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്ന കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാപ്രതിഭ ആരാണ്? ജി ശങ്കരപ്പിള്ള അല്ലെ. ഇംപ്രോണിഷത്തിന്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന പാശ്ചാത്യ ചിത്രകാരൻ ആരാണ്? ക്ലോദ് മോണെ അല്ലെ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന വാദ്യോപകരണങ്ങളുടെ ചിത്രങ്ങളിൽ നാടൻ പാട്ടുകൾക്ക് പ്രയോഗിക്കുന്ന വാദ്യോപകരണം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? പുള്ളുവ വീണ. ഓക്കെ, നെക്സ്റ്റ്,
ഏഴ് ചോദ്യത്തിന്റെ ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയെ. വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ കാണാറില്ലേ? ഏതൊക്കെ നിറങ്ങൾ യോജിപ്പിക്കുമ്പോഴാണ് വയലറ്റ് നിറം ലഭിക്കുന്നത്? ഏതൊക്കെയാ? ചുവപ്പും നീലയും അല്ലെ. സംഘമായി നാടൻ പാട്ടുകൾ ആലപിക്കുമ്പോൾ ഗായകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങള്? എന്തൊക്കെയാണ് നോക്കൂ. സംഘബോധം വേണം, തനിമയാർന്ന ആലാപനം വേണം, കൃത്യമായ താളത്തിൽ പാഠം വേണം അല്ലെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന 9 മുതൽ 12 വരെയുള്ള ചോദ്യത്തിന് 2 എണ്ണത്തിന് ഉത്തരം എഴുതണ്ടേ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ സാധാരണയായി ശില്പനിർമ്മിതിക്ക് ഉപയോഗിക്കുന്ന 3 വസ്തുക്കൾ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാ? സിമെന്റും കളിമണ്ണും മെഴുകുമാണ് കേട്ടോ. ഓക്കെ. നാടൻ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ 3 താളവാദ്യങ്ങളും അവയുടെ സവിശേഷതകളും എഴുതാനാണ് പറയുന്നത്. നാടൻ പാട്ടുകളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ 3 താളവാദ്യങ്ങളും അവയുടെ സവിശേഷതകളും എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് അറിയാൻ പറ്റുക? ഉടുക്ക്, തുടി, മരം, തപ്പ്, കരു, പുള്ളുവക്കുടം തുടങ്ങിയവയാണ് അല്ലെ നാടൻ പാട്ടിന് ഉപയോഗിക്കുന്ന മറ്റേത് താളവാദ്യം ആവാട്ടോ. ഇവയിൽ ഏതെങ്കിലും 3 താളവാദ്യങ്ങളുടെ പേരും അതിന്റെ സവിശേഷതയും എഴുതുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് എന്താന്ന് നോക്കിയേ. എന്താണ്? ഒരു കവിതയ്ക്ക് നൃത്താവിഷ്കാരം ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒരു കവിതയ്ക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? കവിതയുടെ ആശയം ഗ്രഹിക്കണം, ഈണം കണ്ടെത്തുക, അനുയോജ്യമായ ആംഗ്യം, ഉചിതമായ ഭാവം, അനുയോജ്യമായ ചുവടുകൾ, താളാത്മകമായ അവതരണം കേട്ടോ. ഇതിൽ 3 ഏതെങ്കിലും എഴുതുക. നെക്സ്റ്റ് നോക്കൂ. 12 കേട്ടോ. ചിത്രം നിരീക്ഷിച്ച് ആവശ്യമായ കഥാപാത്രങ്ങളെയും അനുയോജ്യമായ സംഭാഷണങ്ങളും ഉൾപ്പെടുത്തി ഒരു ലഘുനാടകം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചിത്രം നിരീക്ഷിക്കുക, ആവശ്യമായ കഥാപാത്രങ്ങളെയും അനുയോജ്യമായ സംഭാഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു നാടകം എഴുതുക. നെക്സ്റ്റ് എന്താ നോക്കൂ. 13, 14 ചോദ്യങ്ങൾ ഒരെണ്ണത്തിൽ ഉത്തരം എഴുതുക. യോജിച്ചവ കണ്ടെത്തി എഴുതുക. കർണാടക സംഗീതത്തിൽ ഏതാണ്? കർണാടക സംഗീതം വയലീനാണ് കേട്ടോ. നാടൻ പാട്ട് ഏതാണ്? പുള്ളുവക്കുടം. ഹിന്ദുസ്ഥാനി സംഗീതം ഏതാണ്? സിത്താറാണ് കേട്ടോ. ഇനി ചെമ്പരത്തി പൂവിനെ തിന്നാൻ ലക്ഷ്യമിട്ട് ഇലകളിലൂടെ നീങ്ങുകയാണ് കുഞ്ഞമ്പുഴു. ഇത് ഒരു ചിത്രമാക്കിയാലോ പെൻസിലോ പേനയോ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ചെമ്പരത്തി പൂവിനെ തിന്നാൻ ലക്ഷ്യമിട്ട് ഇലകളിലൂടെ ഇങ്ങനെ നീങ്ങുന്ന ഒരു പുഴുവിനെ നിങ്ങൾ എന്താക്കുക? വരയ്ക്കുക കേട്ടോ. പെൻസിലോ പെന്നൊക്കെ വെച്ച് കളറൊക്കെ വെച്ച് ചെയ്തോളൂ. ദെൻ അടുത്ത എന്താണ്? പ്രവൃത്തി പരിചയമാണ് കേട്ടോ. പ്രവൃത്തി പഠനമാണ് കേട്ടോ. നെക്സ്റ്റ് ഇത് എഴുതി കഴിഞ്ഞ ശേഷം സാറിന് കൊടുത്ത ശേഷം അടുത്ത പേപ്പർ എഴുതാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ആഘോഷവേളകളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പ്ലാസ്റ്റിക് തോരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. ദെൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ പെടാത്ത ഏതാണ്? ഫ്ലാസ്ക് അല്ലെ. മിക്സിംഗ് ഗ്രൈൻഡർ, റെഫ്രിജറേറ്റർ ഒക്കെ ഇലക്ട്രിക് ഉപകരണം അല്ലേ? ആണ് അല്ലെ. ഫ്ലാസ്ക് അല്ല, ഇലക്ട്രിക് ഉപകരണം അല്ല. ഗ്രീറ്റിംഗ് കാർഡിൽ മാർബിളിംഗ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ലയിക്കാത്ത പെയിന്റ് ഏതാണ്? ഇനാമൽ പെയിന്റ് ആണ് കേട്ടോ. ഓക്കെ. ഓഫീസ് എൻവലപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പേപ്പർ ഏതാണ്? ബ്രൗൺ പേപ്പറാണ് കേട്ടോ. പിന്നെന്താണ്? അലങ്കാര തയ്യൽ ചെയ്യുമ്പോൾ പൂക്കളുടെ മധ്യഭാഗം തയ്ച്ച് പൂർത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന തയ്യലിന്റെ പേരെന്താന്ന് ചോദിച്ചത്. ഇതാണ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ആണ് കേട്ടോ. നെക്സ്റ്റ്, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണത്തിന്റെ ഹൈലൈറ്റിന്റെ പ്രാധാന്യം എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ്? ലേസ് കടത്തുവാനായി നിർമ്മിക്കുന്ന ദ്വാരത്തിന് ഉറപ്പ് കിട്ടുവാനും പെട്ടെന്ന് കീറി പോകാതിരിക്കുവാനും വേണ്ടി ഉറപ്പിക്കുന്ന വസ്തുവാണ് എന്ത്? ഹൈലൈറ്റ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് പ്രവർത്തനത്തിന്റെ പേര് ബ്രാക്കറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കുക. ഇതേതാണ്? ഇതെന്താ? ബ്രോൺസോ അല്ലെ. രണ്ടാമത്തെ ബഡ്ഡിങ്. ഇതെന്താണ്? ഗ്രാഫ്റ്റിംഗ് അല്ലെ. ഇത് ലെയറിങ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, തുണിയിൽ സ്റ്റെൻസിൽ പ്രിന്റിങ്ങിലൂടെ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? നോക്കൂ, എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ? ഒരു ചിത്രം ഒന്നിലധികം തവണ പ്രിന്റ് ചെയ്യുന്നതിനും എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിനും സഹായിക്കുന്നു അല്ലെ. കൂടാതെ ഡിസൈൻ സൂക്ഷിച്ചു വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും സാധിക്കും അല്ലെ. ഒരു ചിത്രം ഒന്നിലധികം തവണ പ്രിന്റ് ചെയ്യുന്നതിനും എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ ഡിസൈൻ സൂക്ഷിച്ചു വെച്ചാൽ എന്താണ്? ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും സാധിക്കും അല്ലെ. ദെൻ ഇനി അനുയോജ്യമായോ ചേർത്ത് എഴുതാനാണ് പറഞ്ഞേക്ക്. കളിമണ്ണ് ഏതാണ്? ചെടിച്ചട്ടിയാണ് അല്ലെ. മാർബിളിങ് ഏതാണ്? ഇനാമൽ പെയിന്റ് അല്ലെ. പിന്നെ ഷീറ്റ് മെറ്റൽ വർക്ക് ഏതാണ്? അച്ചപ്പത്തിനുള്ള അച്ചാണ് അല്ലെ. പിന്നെ വെജിറ്റബിൾ പ്രിന്റിങ് ഏതാണ്? മേശവിരി. ഓക്കെ. മെറ്റൽ ഷീറ്റിന്റെ 4 ഉപയോഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മെറ്റൽ ഷീറ്റിന്റെ 4? വീടിന്റെ മേൽക്കൂരടക, അലമാര, പാത്രങ്ങൾ, വാതിലുകൾ തുടങ്ങിയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു അല്ലെ.
ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കിയേ, 11-12 ചോദ്യങ്ങൾ ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. മേശവിരിയിൽ വെജിറ്റബിൾ പ്രിന്റിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ പേരാണ് താഴെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ചിത്രം നിരീക്ഷിച്ചിട്ട് മേശവിരിയിൽ വെജിറ്റബിൾ പ്രിന്റിംഗ് ചെയ്യുന്ന രീതി വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അതിനുള്ള മെറ്റീരിയൽസ് ആണ് അല്ലേ. അതൊക്കെ വെച്ച് നിങ്ങൾ എന്താക്കുക, എങ്ങനെയാണ് വെജിറ്റബിൾ പ്രിന്റിംഗ് ചെയ്യുന്ന രീതി വിശദീകരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള 5 മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മറ്റേ ഇതെന്താണ്, ആവശ്യമായ സാമഗ്രികൾ എന്ന് പറഞ്ഞത് ഇങ്ങനെ എഴുതാട്ടോ. എന്നിട്ട് എങ്ങനെയാണ് പ്രവർത്തന രീതി എന്നും എഴുതാട്ടോ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറികൾ പേപ്പർ കട്ടർ ഉപയോഗിച്ച് മുറിച്ച് ഡിസൈൻ അച്ചുകൾ ഉണ്ടാക്കുന്നു. മേശവിരിയുടെ ഡിസൈൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തിയ ശേഷം കുറച്ച് ന്യൂസ് പേപ്പറുകൾ മേശവിരിക്കടിയിൽ വിരിക്കുക. അച്ചിന്റെ വലുപ്പത്തിന് ആവശ്യമായ സ്പോഞ്ച് കഷ്ണം മുറിച്ചെടുത്ത് ഫാബ്രിക് പെയിന്റ് അതിലേക്ക് ഒഴിച്ച് തയ്യാറാക്കിയ പച്ചക്കറിയുടെ ഡിസൈൻ അച്ച് ഇതിൽ മുക്കി തുണിയിൽ അമർത്തുക. മേശവിരിയിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിലെല്ലാം ഡിസൈൻ പതിപ്പിച്ച് മേശവിരി പൂർത്തിയാക്കാം. ഓക്കെ, ഇങ്ങനെ പ്രവർത്തന രീതി പ്രസിദ്ധീകരിക്കണം കേട്ടോ. പിന്നെന്താണ്, പ്ലാസ്റ്റിക് കവർ. ഇതാണ് അടുത്ത ചോദ്യം. എന്തെന്ന് പറഞ്ഞിരുന്നത്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമായ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള 5 മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് കവറിന് പകരം എന്താ, പേപ്പർ ബാഗുകൾ ഉപയോഗിക്കുന്നു. എവിടെ പോകുമ്പോഴും തുണിസഞ്ചിയോ പേപ്പർ ബാഗുകളോ കയ്യിൽ കരുതണം. പിന്നെന്താണ്, പ്ലാസ്റ്റിക് പേനകൾക്ക് പകരം പേപ്പർ പേനകൾ ഉപയോഗിക്കുന്നു. ആഘോഷവേളകളിൽ ഭക്ഷണം വിളമ്പാൻ വാഴയില, സ്റ്റീൽ പാത്രങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും 3 മാർക്ക് എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായി പഠിച്ച് ആൻസർ ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു.